ഉദാഹരണമായിട്ട് ഇന്ദിരാഗാന്ധി, മാർഗരറ്റ് താച്ചർ, ബേനസീർ ഭൂട്ടോ. അതാ ഞാൻ പറയണത്, രാജ്യം ഭരിക്കാൻ ഏറ്റവും നല്ലത് പെണ്ണുങ്ങളാ. കാരണം എന്താണെന്നറിയോ? മനുഷ്യ, നിങ്ങൾ വർത്താനം പറയാൻ നിൽക്കാണ്ട് ആ തേങ്ങ ഇങ്ങോട്ട് പൊതിച്ചതാ. തേങ്ങ 9ാം വാർഡിലെ കിണർ ഉദ്ഘാടനം ഇന്നാ. പ്രസിഡന്റ് ഇപ്പൊ വരും. ഉദ്ഘാടന സമ്മേളനം ഒക്കെ പറഞ്ഞ് നടന്നോ? ഇവിടുത്തെ കാര്യമൊന്നും നോക്കണ്ട. മുടിയാനൊരു പ്രസിഡന്റ്. ഈശ്വരന് നിരക്കാത്തത് പറയരുത് കമലം. അനധികൃത സ്ഥലത്താണെങ്കിലും ഈ ചായക്കട പണിയാൻ അനുവാദം നൽകിയത് പ്രസിഡന്റ് ഒറ്റ ഒരുത്തനാ. അത് മറക്കണ്ട. ഒന്നും മറക്കണ്ട. ഒക്കെ മുറുകെ പിടിച്ചോ. ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ ഞാനെടുത്തിയുണ്ടല്ലോ. അയ്യോ, അല്ല നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ഭരിക്കാൻ നല്ലത് സ്ത്രീകളാണെന്നല്ലേ. കാരണം എന്താണെന്നറിയോ? കാരണം ഒന്നും പറയണ്ട ഏട്ടാ, കാര്യം മനസ്സിലായി. പ്രസിഡന്റോടെ കാത്തുവെപ്പുണ്ട്. വന്നു വേഗം വാ. അപ്പഴേ ഞാൻ പോണു കേട്ടോ. താനിവിടെ ചെരച്ചോണ്ടിരിക്കാണോ? ചെറുക്കാതെ പിന്നെന്താ, ഇവൻ കളക്ടർ ഉദ്യോഗത്തിന് പോകൂ? ഓ, പ്രതിപക്ഷ നേതാവ് ഉണ്ടോ? എല്ലാവരും കൂടി ഇവിടെ സഭ കൂടി ഇരുന്നോ? ദേ ആണുങ്ങൾ 9ാം വാർഡിലെ കിണർ ഉദ്ഘാടിക്കാൻ പോകുന്നു. ജനങ്ങള് പിരിവെടുത്തുണ്ടാക്കിയ കിണറാ അവന്മാർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. സഖാവെ, അത് കലക്കിയേ പറ്റൂ. പിന്നെ കാലക്കാലം കൂടി ചെന്നാലും മതി. കലക്കോടോ കലക്കും. അവന്മാരുടെ ബസ്സിറക്കാനുള്ള ശ്രമം 6 പ്രാവശ്യം ഞങ്ങൾ കലക്കിയതാ. പിന്നെ ഈ കിണറ് ഇതും കലക്കും. കലക്കുക മാത്രമല്ല, ആ കലക്ക വെള്ളത്തിൽ ഞങ്ങൾ മീൻ പിടിക്കുകയും ചെയ്യും. വാടാ രാജപ്പ. അല്ല, എനിക്ക് ഒരു ബാക്കി താൻ തന്നെ ഇവിടെ ഇരുന്നങ്ങ് പഠിച്ചോ. അല്ല, ഓണത്തിന്റെ ഇടയിലെ പൊട്ട് വെച്ചോടാം. രാജപ്പ പഠിക്കാനോ? 9ാം വാർഡിൽ പുതുതായി കുത്തിയ പഞ്ചായത്ത് കിണർ ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗോപാലൻ നായരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പഞ്ചായത്തിലെ 9ാം വാർഡിൽ ആദ്യമായി കുത്തിയ പൊതുകിണർ ഭരണപക്ഷത്തിന്റെ സുവർണ നേട്ടമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒന്നല്ല, 1000 കിണറുകൾ കുത്തി ഈ പഞ്ചായത്തിൽ കിണറുകളുടെ ഒരു മായ പ്രപഞ്ചം സൃഷ്ടിക്കുമെന്ന് ഞാൻ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്നു. കിണർ കുത്താൻ എവനാര്? കോളക്കമ്പിന് മുതലാളിയാ. ഈ കിണറ്റിൽ നിന്നും ഒരു ബക്കറ്റ് വെള്ളം ഞാൻ കോരിക്കൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. കാണുന്നില്ലല്ലോ. പ്രശ്നമാവോ? അയാള് പ്രതിപക്ഷത്തിന്റെ ആളാ. ഉള്ളവില്ലാത്ത കണക്കാ. പ്രസിഡന്റ് ധൈര്യമായിട്ട് ഉദ്ഘാടിച്ചോ. എല്ലാവരും വരീൻ വരീൻ. ഇത് കലക്കണവാ. കത്രയൊന്നും വേണ്ട. പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പ്രസിഡന്റ്, കണ്ണിനുണ്ടി പ്രസിഡന്റ്, സ്വന്തം പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പ്രസിഡന്റ്, വീര പ്രസിഡന്റ്, ധീരതയോടെ വലി. ഇതെന്താ പെരുന്തച്ഛന്റെ പാവയോ? പെരുന്തച്ഛന്റെ പാവയൊന്നും അല്ലടോ, ഇത് ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ പാരയാ. ഈ കിണർ തന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഉദ്ഘാടനത്തിന് പിന്മാറിക്കോ, അല്ലെങ്കിൽ താൻ വിവരം അറിയും. നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. നാട് ഭരിക്കും. കള്ളഗോപാലൻ ഓടി ഒളിക്കും. എന്നാ നീ പാതാളം വരെ പോയിട്ട് വാടാ. നമ്മൾ ബസ് സ്റ്റോപ്പിൽ തള്ളിയിക്കടാ. അവനെ വെറുതെ വിടരുത്. അച്ഛന് ചിരി ഒന്ന് നിർത്തുന്നുണ്ടോ? അച്ഛന്റെ കാര്യം എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുറവുണ്ട്.
ശരീരത്തില് രക്തം കുറവാ. എങ്ങനെ കുറയാതിരിക്കും? രക്തം ഊറ്റി കുടിക്കുന്ന ഡ്രാക്കുലയല്ലേ കൂടെ താമസിക്കുന്നത്? ഒരു കുപ്പി രക്തം കെട്ടേണ്ടി വരും. ഏതാ ഗ്രൂപ്പ്? ഞാൻ ഐക്കാരനാ. അതല്ല ചോദിച്ചത്, ബ്ലഡ് ഗ്രൂപ്പാ. ഓ നെഗറ്റീവാ. ഓ നെഗറ്റീവ്. നമസ്കാരം പ്രസിഡന്റ്. നമസ്കാരം. നാട്ടുകാര് നല്ലവണ്ണം കുലുക്കി കുത്തിയെന്നറിഞ്ഞു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. എസ്പേരത്തെ കാണാൻ വേണ്ടി കുട്ടിക്കാനം വരെ പോയിരുന്നു. നന്നായി. പരാതി എന്തെങ്കിലും ഉണ്ടോ? അവിടെയല്ല, ഇവിടെ. എന്തെങ്കിലും ഉണ്ട്, ഞാൻ സ്റ്റേഷനിൽ വന്ന് ബോധിപ്പിച്ചോളാം. സാറ് ബുദ്ധിമുട്ടണമെന്നില്ല. അത് പോരല്ലോ പ്രസിഡന്റ്. നാട്ടിൽ നടക്കുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇടപെടുന്നത് പോലീസിന്റെ ഡ്യൂട്ടിയല്ലേ? മാത്രവുമല്ല, ഭാവിയിൽ ഐ ജി ആകേണ്ട ഞാൻ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ അത് കൃത്യവിലോപമാകില്ലേ? ആകില്ലേ സിസ്റ്റർ? പ്ലീസ്, പരാതി ഉണ്ടെങ്കിൽ പറയൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു പരാതിയും ഇല്ല. പരിഭവം അതും ഇല്ല. അപ്പോൾ ഞാൻ നിർബന്ധിക്കുന്നില്ല. വരട്ടോ? പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് അക്കാനും വാങ്ങി ക്ഷേമന്തരക്കാൻ വന്നിരിക്കുന്നു. ഭാഗ്യം കൊണ്ട് മാത്രം ഇല്ലേ തട്ടിപ്പോയേനെ. എങ്കിൽ പഞ്ചായത്ത് രക്ഷപ്പെട്ടെ. ഇടി, നീ നിന്റെ തന്തപ്പിശാചിനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നീ വിട്ടടി. എടാ അങ്ങാടി തോറ്റത് അമ്മായിച്ചനോടല്ല, ഈ നാട്ടുകാരെ പറ്റിക്കുന്നത് നിനക്ക് ഇത് കിട്ടിയാ പോരാ. ഭഗവാനെ, ഇതുപോലെ ദിവസം ഒരു ഉദ്ഘാടനം കിട്ടിയില്ലെങ്കിൽ കൊതി തീർത്തില്ല. പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവരും. ഇത്രയും ശല്യമില്ല. കിഴവൻ, കടൽ കിഴവൻ. ആ ചീറ്റ ഉത്സവത്തിന് പരാതി കൊടുത്തോ? പരാതി കൊടുക്കാതിരിക്കാൻ വേണ്ടിയില്ലേ തന്നോട് ബോംബ് സംഘടിപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് കിട്ടിയോ? ബോംബ് കിട്ടിയില്ല, ഭയങ്കര ഡിമാൻഡാ. അതിന് പകരം 5-6 പന്നിപ്പടക്കം കിട്ടി. മതി. അത് പൊട്ടിക്കാൻ അറിയാവുന്ന ആരെങ്കിലും കിട്ടിയോ? അവരെ തപ്പി ആള് പോയിട്ടുണ്ട്. പക്ഷേ അതുവരേക്ക് ഇതെവിടെയെങ്കിലും സൂക്ഷിക്കണല്ലോ. എന്റെ കാലിലടി വേണ്ട, തന്റെ വീട്ടിൽ സൂക്ഷിച്ചൂടെ? അയ്യോ, അത് കമലാക്ഷി അറിഞ്ഞ അതിനൊക്കെ പ്രശ്നമാവും. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യാ? അത് പ്രസിഡന്റ് വീട്ടിൽ സൂക്ഷിച്ചൂടെ? പ്രസിഡന്റ് വീട്ടില് അത് ഒരു കാര്യം ചെയ്യും. ഇത് ഓരോന്നും മുട്ടായി പോലെ വർണ്ണക്കടലാസി പൊതിഞ്ഞു വെക്കുക. ഇവിടുന്ന് ഇറങ്ങിയ ശേഷം ഞാൻ കൊണ്ടുപോയിക്കോളാം. കയ്യിലിരുന്ന് പോട്ടല്ലേ.